പുതിയ പദ്ധതിയുടെ പേര് VBG റാം ജി എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസിത് ഭാരത് ഫോർ ഗ്യാരണ്ടി ഫോർ റോസ്ഗർ അജീവിക മിഷൻ, അങ്ങനെയാണ് പദ്ധതിയുടെ പേര്. അതിലെവിടെയും മഹാത്മാഗാന്ധിയുടെ പേരില്ല. മഹാത്മാഗാന്ധിയുടെ പേര് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇതിൽ എതിർപ്പുയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. രാഷ്ട്രപിതാവിൻ്റെ പേര് ആ പദ്ധതിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്ന് വെച്ചാൽ രാഷ്ട്രപിതാവിൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ മാറ്റാനുള്ള ശ്രമം, അല്ലെങ്കിൽ രാഷ്ട്രപിതാവിനെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം കേന്ദ്രം നടത്തുന്നു എന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്നു. മറ്റൊന്നുള്ളത്, നേരത്തെ ഇത് പൂർണ്ണമായും കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായിരുന്നു. എന്ന് വെച്ചാൽ പൂർണ്ണമായ ചെലവ് കേന്ദ്രം വഹിക്കും. പക്ഷേ ഇപ്പോഴത് 60% കേന്ദ്രവും 40% സംസ്ഥാനങ്ങളും വഹിക്കണം എന്നതാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകുമെന്നതും ഒരു പ്രധാനപ്പെട്ട എതിർപ്പിന് കാരണമായി പറയുന്നുണ്ട്. അതുപോലെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിലായിരിക്കും അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലായിരിക്കും തൊഴിൽ ദിനങ്ങൾ, അതായത് തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പല ഗ്രാമങ്ങളും അതിൽ നിന്ന് പുറത്താകും. പലർക്കും ഈ തൊഴിൽ